7B പേഷ്യൻ്റെ ലാബ് റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല മാഡം. ഇപ്പം എങ്ങനെയുണ്ട് കുമാരേട്ടാ? മക്കൾ വന്നില്ല കുമാരേട്ടാ? ഇല്ല. ഡോക്ടർ എഴുതുന്ന മരുന്നൊക്കെ വാങ്ങിച്ചോ? ഇല്ല. വാങ്ങിക്കണ്ട കേട്ടോ. ദാ ഒരാഴ്ചത്തേക്കുള്ള മരുന്നുണ്ട്. അപ്പോ കഴിക്കണേ. The thyroid is an endocrine gland situated in the lower part of the front and sides of the neck. Yes? What do you want? Sorry ma'am, ഇന്നത്തെ ബർത്ത്ഡേ. Many happy returns of the day. താങ്ക് യു മാം. മാം, ശിവരാജിനെ ഒന്ന് വിളിക്കൂ. Shivraj, you are wanted. Don't get upset. വാ. എന്താ? എന്തു പറ്റി? പേടിക്കാനൊന്നുമില്ല. നിഷയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ്. ആക്സിഡന്റോ? എന്നിട്ട് അവളവിടെ? വാ. Come on. എങ്ങനെയുണ്ടേ? ഇപ്പൊ മനസ്സിലായില്ലേ ഈ ജാനറ്റ് റോസ് ആരാണെന്ന്? ഇവക്ക് എന്താ പറ്റി? ആക്സിഡന്റോ? അവള് പറഞ്ഞത് സത്യ. ഒരു ബോണ്ട എന്റെ തൊണ്ടയിൽ കുടുങ്ങി. മിണ്ടാനും പറ്റുന്നില്ല, വിഴുകാനും പറ്റുന്നില്ല. പിന്നെ ഞാൻ ജാനറ്റിനോട് പറഞ്ഞു ശിവനെ വിളിക്കാൻ. ഓഹോ, അല്ല ഈ മിണ്ടാൻ പറ്റാത്ത നീ എങ്ങനെ ശിവനെ വിളിക്കാൻ പറഞ്ഞേ? ക്ലീൻ ബൗൾ, അതും ചീറ്റി. ഞാൻ പോവാ. രഞ്ജിനി മാഡത്തിന്റെ ക്ലാസ് മിസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ശിവ, 2 ബോണ്ട നീ ഒരുമിച്ച് വിഴുങ്ങിക്കും. നിന്റെ സൂക്കേട് താനെ മാറിക്കോളും കേട്ടാ. ശിവനെ നോക്കി നടക്കായിരുന്നു ഞാൻ. അപ്പഴാ ക്യാൻറ്റീനിലുണ്ടെന്ന് ദിവ്യ പറഞ്ഞേ. ഞാനൊരു കവിത തന്നോട്ടെ? അല്ല അതിപ്പോ ഇപ്പൊ തന്നെ വേണോ? സൗകര്യമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പോരെ? ശിവനല്ലേ പറഞ്ഞത് ഇനി കവിത തരുമ്പോ പറഞ്ഞിട്ട് തരണോന്ന്? ഇവനിതൊന്നും വായിച്ചാ മനസ്സിലാവില്ല. ഞങ്ങളുടെ സുന്ദര ചേട്ടൻ വായിച്ചിട്ട് മറുപടി എന്നാ പോരെ? പോരെ ശിവ? ഇപ്പൊ മോളിച്ചല്ലേ ശിവ? നിന്റെ ആന്റിയെ പോലൊരു പാവത്തിനെ ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് ഞാനൊരു ചോക്ലേറ്റ് കൊടുത്തു. ശിവനെ ചാടിക്ക് വേണ്ടി പോയപ്പോ ഇന്നും കൊടുത്തൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോ മെനി ഹാപ്പി റിട്ടേൺസ്. അതിനെ ഒന്ന് വേഗം വാ. സെലക്ഷൻ ഉണ്ടാവോ നോക്കാം. എന്റെ വക നിനക്കൊരു ഷർട്ട് എന്താ? ഇപ്പൊ വേണ്ട. എന്റെ ഷർട്ടല്ല നിന്റെ വകയല്ലേ. വീട്ടിലെ അമ്മ ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. എപ്പോഴും നിന്റെ ഷർട്ട് ഇട്ടുണ്ട് എന്നാലേ അവര് വിചാരിക്കും ഞാൻ ഒരു ദരിദ്രവാസിയാണ്. അതല്ലാതെ തന്നെ അവർക്ക് അറിയാലോ, സ്വന്തം മോനല്ലേ. അതെ, നിങ്ങൾ ഇതെല്ലാം പാക്ക് ചെയ്തോട്ടോ. അയ്യോ, നമ്മുടെ ബൈക്ക് അവിടെ. നമ്മുടെ ബൈക്ക് എവിടെ പോയി? അവിടെ ആയിരുന്നല്ലോ. നമ്മുടെ ബൈക്ക്. എടാ വിവേക്, നീ ഇവിടെ? നിഷി, ഇത് വിവേക്, ഞങ്ങളുടെ പഴയ 5N കമ്പനിയിലെ. നമസ്കാരം പെങ്ങളെ. അല്ല, വണ്ടിയുടെ താക്കോല് ശിവന്റെ കയ്യിലല്ലേ? അതെ, പക്ഷെ ബൈക്ക് ഞങ്ങളുടെ കയ്യില. അതെങ്ങനെ? അതാണ് 5N കമ്പനി. അല്ല, ഇതാരാടാ? ഓ സോറി, ഇതെന്റെ ഫ്രണ്ട് അനിൽ. ഹായ്. ഇതാണ് ഞങ്ങളുടെ 5N കമ്പനിയിലെ 5ാമൻ. ഓ ശിവൻ. ഹലോ ഹലോ. ഇത് അറിയാം, നിഷിത. എടാ ഞാൻ വിട്ടോട്ടെ. ബൈ. അപ്പൊ എല്ലാം ഓക്കെ. പെങ്ങൾ ആദ്യമായി ഞങ്ങളുടെ 5N കമ്പനിയിൽ വന്നല്ലേ, ഞങ്ങളുടെ വക ഒരു ചിന്ന ട്രീറ്റ്. ഓക്കേ ഓക്കേ. മെനു കാർഡ് വായിച്ച് കരയാൻ ഒന്നും സമയമില്ല. 3 പേര് കൂടി വരാനുണ്ട്. 3 ഫുൾ ചില്ലി ചിക്കൻ, 16 ചപ്പാത്തി, 6 ഡബിൾ ഓംലെറ്റ്, പിന്നെ ഡെസേർട്ട് ആയിട്ട് 7 സ്ട്രോബെറി ഐസ്ക്രീം. പിന്നെ ഈ പാവ മനുഷ്യന് ഒരു നെയ് റോസ്റ്റും ഒരു കാപ്പി. എനിക്ക് നെയ് റോസ്റ്റ് വേണ്ട. ചേട്ടാ പഴംപൊരി ഉണ്ടോ? ഉണ്ടല്ലോ. എന്നാലേ എനിക്ക് പഴംപൊരി മതി. അല്ല, 5N കമ്പനിയുടെ ബാക്കി കഷ്ടങ്ങൾ ഇവിടെ.
കയറിക്കോളൂ. എന്താ ഇയാള് പോകുന്നില്ലേ? ഒരു കിതപ്പ്, ലേശം വിശ്രമിച്ചിട്ട് പോകാം. കേറി പോടാ. നോണമില്ലാത്ത എന്താ അവര് പറഞ്ഞു? ഒന്നുമില്ല. അവരിവിടുത്തെ വനിതാ സയ്യ ആളുമകാ പെശക നിറച്ച് കിട്ടിയ. ഒന്നുമില്ല, ഒരു പാവ സ്ത്രീ. അവർക്ക് ഇത് ശരീരം ഉണ്ടായിപ്പോ തെറ്റാണോ? ഹായ് സുൽത്താൻ. നാളായടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടാ. ഇവനിപ്പം ഷുഗറിന്റെ അസുഖം കൂടുതലാണല്ലോ. സോറി സിസ്റ്റർ, ഐ ആം സുജിത് കുമാർ. എന്റെ പേര് സണ്ണി കുര്യൻ. ഐ ആം നൗഫൽ. ഹായ്. സുൽത്താനോ? അങ്ങനെ ഒരു പേരുണ്ടോ? ഞങ്ങൾ ഒന്നിച്ച് +2 പഠിക്കുന്ന കാലത്ത് ഇവനായിരുന്നു അവിടുത്തെ പ്രണയകുമാരൻ. ഗൾഫുകാരൻ കുഞ്ഞാപ്പൂന്റെ മകൾ റംല ബീഗം ചോക്ലേറ്റുമായി ഇവന്റെ പുറകെ നടക്കാൻ തുടങ്ങിയപ്പോഴാ ശിവന് ഞങ്ങൾ സുൽത്താൻ എന്ന് പേരിട്ടത്. ഇവനും റംലയും നല്ല മാച്ച് ആയിരുന്നു. +1 പഠിക്കുമ്പോ തന്നെ അവക്കൊരു അമ്മുമ്മയുടെ സെറ്റപ്പായിരുന്നു. എന്താണ് ഇത്? എന്തു പറ്റി? ഏത് റെസ്റ്റോറന്റിൽ പോയാലും ഇവനിത് പതിവാ. ഭക്ഷണം വരുമ്പോഴേക്കും മുങ്ങാളെ വകുപ്പ് സ്ഥലത്തെത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ഡോൾഫിൻ നൗഫിലെന്നാ ഞങ്ങൾ അവനെ വിളിക്കുക. ഡോൾഫിനെ പോലൊന്ന് ചാടും, പിന്നെ മുങ്ങും. ആഹാ, ഈ ഹാൻഡ് ബാഗ് കൊള്ളാലോ. ബ്യൂട്ടിഫുൾ. റിയലി? മമ്മി ബാംഗ്ലൂരിൽ ഒരു സെമിനാറിന് പോയപ്പോ വാങ്ങിയതാ. ഹായ്, ബ്യൂട്ടിഫുൾ പേഴ്സ്. നോക്ക്, ശിവനെ പോലെയല്ല, വിവേകിന് സൗന്ദര്യം പോകുന്നുണ്ട്. വണ്ടർഫുൾ മണി. Keep the change. Thank you, sir. The beautiful purse, beautiful bag. രണ്ടും സേഫ്. എങ്ങനെയുണ്ട്? ഇതാണ് ഇവന്റെ സൗന്ദര്യബോധം. സമ്മതിച്ചിരിക്കുന്നു. ഐ ആം ഓൾ റൈറ്റ്. എങ്ങനെയായാലും ബില്ല് ഞാൻ പേ ചെയ്യാനിരുന്നതാ. പക്ഷെ വിവേക് പണിയൊപ്പിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാരും തിന്ന് തീർന്ന. അല്ല, ആരാണ് അവന്മാര്? കുറെ കാലായി തുടങ്ങിയിട്ട്. എന്ത് കുറച്ച് കാശ് കൊടുക്കാണെന്ന് വിചാരിച്ചിട്ട് കിട്ടുമ്പോ കൊടുക്കില്ലേ? അത് മറന്നു. ഞങ്ങളുടെ ഫൈമൻ കമ്പനിയുടെ 6ാം വാർഷിക വരുന്ന ശനിയാഴ്ച അടിച്ചു പൊളിക്കണം. ഞങ്ങൾ ഒരുമിച്ച് +2 പഠിക്കുന്ന സമയത്തെ ഹോസ്റ്റലിൽ വെച്ച ബിരിയാണി തിന്നുന്ന സമയത്ത് ഫുഡിന്റെ കാര്യം കറക്റ്റ് ഓർമ്മയാ. ആ സമയത്താ ഈ കമ്പനി ഉണ്ടായത്. ഇവന് മെഡിസിൻ കിട്ടി. ഞാനും നോഫലും പിന്നെ സണ്ണിയും സുജിത്തും എഞ്ചിനീയറിംഗ് ചേർന്നു. ഞങ്ങള് 4 പേര് ഒരുമിച്ച. ഇവനെ മാത്രം കിട്ടുന്നില്ല. ഇനി അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇവനെ കൃത്യമായി നിങ്ങളുടെ കമ്പനിയിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. താങ്ക് യു പെങ്ങളെ, താങ്ക് യു. അപ്പോ ഈ തരികിട പാർട്ടീസാണ് എന്റെ കമ്പനി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നൈസ് കമ്പനി. ഈ കമ്പനിയിൽ ഇത്രയും കാലം കൂടിയിട്ട് നീ ഒരു മനുഷ്യനായില്ലല്ലോ. ഇറങ്ങടി വണ്ടി. ഞാനൊരു മനുഷ്യനല്ലെന്നല്ലേ നീ പറഞ്ഞത്? നീ പോയി അവന്മാരുടെ കൂടെ കൂടിക്കോട്ടോ. എന്റെ പൊന്നു ശിവരാജ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലയോ. ആ, എങ്കിൽ പിന്നെ നേരെ പിടിച്ചിരുന്നു. മമ്മി എത്തിയില്ലേ സുന്ദരേട്ടാ? അവിടെ ഗർഭിണികളുടെ കൂട്ടക്കരച്ചിൽ. മമ്മിക്കൊന്നും വരാനാവില്ല. ഇവിടെ പപ്പായുടെ കൂർക്കമ്പലി. എനിക്കൊന്നും ഉറങ്ങാനും പറ്റൂല. ഈ സുന്ദരേട്ടന്റെ പപ്പ എങ്ങനെ കുടിപ്പിക്കുന്നേ? നിന്റെ പ്രിയതമൻ പറഞ്ഞു കേട്ടാ, ഞാനാ അവളുടെ പപ്പയെ കുടിപ്പിക്കുന്നതെന്ന്. എനിക്ക് കുറ്റബോധം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കുടിക്കാൻ ഇങ്ങനെ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ. കുട്ടികളെ കഷായം കുടിപ്പിക്കുന്ന പോലല്ലേ ഞാൻ ഈ 1 കുപ്പി അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. എടാ ശിവ, ഒരു തുള്ളി എനിക്ക് ക്യാൻസർ തന്നില്ല. ഞാൻ ഈ 4 കുപ്പി മണപ്പിച്ചിരിക്കാൻ തുടങ്ങിട്ടെ 1 മണിക്കൂറായി. നീ വണ്ടി എടുക്ക്. നിന്റെ ഹോസ്റ്റലിലെ മൈക്കിൾ ജാക്സന്മാര് ഒരു സ്മോൾ എനിക്ക് തരാതിരിക്കില്ല. They are sweet boys. അങ്ങനെ എണ്ണീക്കുമ്പോ നിന്നെ കണ്ടില്ലെങ്കിൽ നാളെ പണി പോവും. പറഞ്ഞേക്കാം. ഉണരാനോ? ഇനി നാളെ ഉച്ചക്ക് നോക്കിയാ മതി. ഇത് ഉറക്കമല്ല, ഒരു താൽക്കാലികമായ മരണം. ഉച്ചക്കല്ലടാ, 11 ചാടിക്കോ ചാടിക്കോ വിളിച്ചങ്ങോട്ട് ചാടിക്കോ. അങ്ങനെ എന്താടാ ഈ വക അഭ്യാസമൊന്നും ഇവിടെ പറ്റില്ല. എന്റെ കണ്ണൊന്ന് തെറ്റിയാ മതി, അപ്പൊ തുടങ്ങും. അനീതി, അക്രമം, അമിത മദ്യപാനം,
ഇതൊന്നും ഞാൻ വെച്ചുറപ്പിക്കൂല. അയ്യോടാ. പോട്ടെ മക്കളെ, നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ പോയാട്ടെ. ഇവര് ക്ലാസ്സിൽ പോയാ എങ്ങനെയാ ശരിയാവുക? കാളി പൂജ മുടക്കാൻ പറ്റുമോ? അതെ അതെ, പറ്റുമോ? കാളി പൂജ മുടക്കണ്ട, കാളി പാളിയൊക്കോളൂ. ആ, അതെ. അപ്പൊ പിന്നെ ആര് തുള്ളും? ആര് തുള്ളും? ഓം കാളി പുത്രകളി, ഓം കാളി പുത്രകളി. അങ്ങനെ അച്ചാറില്ലേ? ഇന്നല്ലോ സുന്ദര. ഇല്ലെങ്കിൽ വേണ്ട. നിന്റെ അച്ഛന്റെ പേരെന്താ? ഭാസ്കരൻ. ആ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? മരിച്ചുപോയി. ഒരിക്കലുമില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അല്ല, 5-6 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് മരിച്ചുപോയി. ആക്സിഡന്റിൽ ഭാസ്കരൻ എന്ന ആൾ മരിച്ചു എന്നൊരു സത്യം. പക്ഷെ അത് നിന്റെ അച്ഛനാണെന്നുള്ളത് അസത്യം. ആദ്യം നിന്റെ അമ്മ ഭാസ്കരനെ വഞ്ചിച്ചു, പിന്നെ ഭാസ്കരൻ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് നിന്നെ വഞ്ചിച്ചു. അതിനുള്ള ശിക്ഷ കാളി അമ്മ തരും. നിന്റെ അച്ഛൻ ഇപ്പോഴും ആ ചെത്തുകാരൻ ദാമോദരൻ തന്നെയാണോടാ? ശിവ, എന്താടാ ആ സുബോധോടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുക? നമ്മുടെ സുന്ദര എണ്ണ അവിടെ പെട്ടിട്ടുണ്ട്. വാ. സ്വന്തം അച്ഛനെ മാറ്റുന്നോടാ? നോക്കി, അച്ഛനെ മാറ്റി പറയുന്നോടാ? പറ്റിക്കോ? Stop it. അയ്യോ. കഴിഞ്ഞ തവണ തനിക്ക് ലാസ്റ്റ് വാണിംഗ് തന്നതാ. All of you go to your rooms. Subodh, you come with me. Hey, Subodh, മാറി നിൽക്കാൻ. You are suspended.